ഇന്നത്തെ പരിപാടി പർച്ചേസിങ് പർച്ചേസിങ് ആണ്. എന്തുകളാണ് കൊട്ടുപള്ളി പറ്റിയിലാണ് ചോദിച്ചിട്ടുണ്ട്. എന്താ പറയാ അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് അല്ലല്ലേ ഇത് സ്റ്റാർട്ടപ്പ് കൈൻഡ് ഓഫ് സ്റ്റാർട്ടപ്പ് തന്നെയാണ് നമ്മുടെ പുതിയ സ്റ്റാർട്ടപ്പ്. സ്വകാര്യം പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പോൾ എന്താ നോക്കി ചെയ്യട്ടെ എല്ലാവരും. എന്തൊക്കെ വേണ്ടി വെച്ചാല് പർച്ചേസിങ്ങിന് ഇറങ്ങിക്കാണ്. ബാക്കി പറഞ്ഞാലോ, ബാക്കി കാണാം. പോലെ നോക്കോ, സ്ലിപ്പോൺസ്, മുട്ടില്ലാത്ത സ്ലിപ്പോൺസ്, കീറിയ പാൻറ് കയറണ്ട. അപ്പം ഇങ്ങനെ നെസ്റ്റോക്ക് മാറി കയറാത്ത നന്നായി. കോല കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, സ്റ്റാൻഡേർഡ് കളിയല്ല ലക്ഷ്മലി. പൈസ അല്ലെങ്കിലും സ്റ്റാൻഡേർഡിനൊരു കുഴപ്പമില്ല. ബ്ലാങ്കറ്റ് മുടിച്ചിട്ട് എടുക്കാൻ വന്ന 2000 റുപ്യക്ക് സാധനം കിട്ടും വിചാരിച്ചതാ. എത്ര പൈസ ഇല്ലേ? 10,000 ബില്ല് 2000 റുപ്യ കൊണ്ട് വന്നിങ്ങ. അപ്പോൾ അപ്പോൾ ഇതൊന്നും കാണാൻ സിമ്പിളല്ല. നോക്കി വെച്ചോടെ, ഒരു ഫിക്സഡ് സൈസ് ഫിക്സഡ് പ്രൈസ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു കാര്യം തുടങ്ങരുത്. ഒപ്പിട്ട് മസാല ഇനിയാണ് കളി. പൈസ എടുക്കുമ്പോൾ ചായ കുടിക്കണം നിർബന്ധമല്ലേ? വേണ്ട, 5 റുപ്യ കടി. ഇത് നമ്മളവിടെ കിട്ടുള്ളൂ, 5 റുപ്യ കടി. പിന്നെ കണ്ണേട്ടനും അക്കൗണ്ടിൽ പൈസ ഇടാൻ പോയിക്കാണ്. അവിടെ ഉണ്ട് അക്കൗണ്ടിൽ പൈസ ഇടാൻ പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ സാധനം വാങ്ങി, പൈസ ഡീലിങ്ങിലാണ്. അവിടെ ഉണ്ടാളെ മൂപ്പരെ സ്വകാര്യം പറയല്ലേ. അല്ല, കള്ളനോട്ടല്ല, പൈസ കൊടുത്ത് 500 റുപ്യ കൂടുതൽ. ഞാൻ ഇനിയിപ്പോൾ കറക്റ്റ് ചെയ്തു, മൂപ്പരഞ്ഞപ്പോൾ 500 കൂടുതൽ. പറച്ചോനിക്കറിയാം. ഇനി ഇതാകുന്ന പരിപാടിയാണ്. നമ്മളെ ബ്ലാങ്കറ്റൊക്കെ ഇതാകുന്ന ഇവിടെ ഉണ്ട്. ഇനിയൊക്കെ പ്രോപ്പർട്ടി കാണിച്ചു തരാം. എല്ലാവരും ഗസ്റ്റിനെ നമുക്ക് തരിക. എല്ലാവരും പറഞ്ഞാൽ എല്ലാവരും നമുക്ക് തരിക. അപ്പോൾ അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിരി കാണാം. ഇനി ക്ലീനിങ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അതല്ല, നമ്മളിപ്പോൾ വന്നിക്കടെ മോപ്പ് അടിച്ചു പറഞ്ഞ സാധനം. എടാ വിസ്മല ഇത് എടുക്കടാ, ചൂണ്ടാറ് ഇത് എടുക്കാം. അതാണ് സുഖം. ഇല്ലല്ലോ മോപ്പ് വാങ്ങി. അതോ ഉറച്ചേക്കണ്ടേ, കമ്പി ഉറച്ചേക്കണ്ടേ? ഗസ്റ്റിനുള്ള സോപ്പ് ഇതൊക്കെ അല്ലേ? ആ സോപ്പ് അതല്ല മണ്ട പറയണേ, കമ്പി ഉറച്ചേക്കാനുള്ള ചകിരി. സോപ്പ് പൊടി വേണം. കമ്പി ചകിരി അല്ലട്ടോ, മറ്റേ സാധനം. ഇയാടാ അസർഭാഗം മറ്റേ സാധനല്ലേ, തുണിയൊക്കെ കേൾക്കണ ചകിരി ബ്രഷ്. അതൊരു പായല് കളയണം. പെയിന്റ് അടിക്കാനോ? അല്ല, പെയിന്റ് അയിമൊന്നും പെയിന്റ് പോവരുത്. അയിമ പായലുണ്ട്, ആ പായല് മാത്രം പോണം. പെയിന്റ് പോകരുത്. അതല്ല, അതില് പോവോ? അത് പെയിന്റ് പോവും. പെയിന്റ് പോണ വേണ്ട, മറ്റേ സാധനല്ലേ.
അതെന്തിനാ അതല്ല മനുഷ്യ തിരുമ്പുമ്പോ നമ്മൾ ഉറക്കണ ഒരു ഇത് ആ അങ്ങനത്തെ സാധനം അതുപോലെ കമ്പി ചെയിലിട്ട പെയിന്റ് പോവും കമ്പി ഇങ്ങനെ ഇങ്ങനെ ഒരു കമ്പി ഉണ്ട് അതിന് കുറച്ച് പായലുണ്ട് അടാ സ്മെല്ല് ആ സ്മെല്ല് അത് വേണ്ട വേറെ എന്നാ എടുത്ത സാറേ ഇവിടെ ഇത് വാഷ് ബേസിൽ ഇടണ ടോയ്ലറ്റിൽ ഇടണല്ല അത് റൂമിൽ വെക്കണല്ലേ ആ ക്ലോസറ്റിൽ ഇടണല്ലേ നമ്മള് അല്ല ഇങ്ങനത്തെ ഒരു ഗുളിക ഞാൻ പറഞ്ഞ സാധനം ഇതെന്താണ് ഇറക്കാന് കമ്പിച്ചാരി അതി എന്നാ കമ്പിച്ചാരി കുട്ടി ചവിട്ടി നമുക്ക് ഇതാണ് 100 രൂപ ഇല്ല 50 ഓ മാക്സിമം വില കുറക്കുക എന്ന് ഒറ്റക്കാലിട്ട് ബാത്റൂം പോവേ ഒറ്റ 2 ജോഡിയാണോ ആ അത് മതി ഒന്നത് ഞാൻ വിചാരിച്ചേ 2 എന്ന് പറഞ്ഞ ഓരോന്നാണ് ഇത് ഇതാണ് ഫ്ലോർ ക്ലീനർ ആണ് വെള്ളത്തിലൊരു ലിക്വിഡ് വയ്ക്കുക സ്വീറ്റ് ലൈഫ് അപ്പൊ വെള്ളം നല്ല മണം വീട്ടില് മറ്റേ ഏതാ സ്മെല്ല് അതിന് നമ്മള് പർച്ചേസ് ചെയ്യണം വേണ്ട സ്മെല്ല് അല്ല ഇതൊന്ന് ബില്ലാക്കി നമുക്ക് പോയെന്നിട്ടോ രാവിലെ ഇറങ്ങിയാണ് വിൽക്കാനും ഒരു ഉത്തരവാദിത്വം ഇല്ല കിട്ടില്ലല്ലേ പുറത്ത് കടിച്ചാ അയാളെ ഒറ്റടി അതിനൊക്കെ അറിയിപ്പിക്കല്ലേ അപ്പൊ ഇനി കൊടുത്തിട്ട് കാണാം അത്ര കണക്ക് അത്ര ഊതോന്നോട്ടെ ഒന്ന് ഊതി ഇതാടാ എടാ ഇതെങ്കിലും നാസർ അറിയണ കേട്ടോ ഇതല്ല ഇത് ഞാൻ ഇങ്ങനത്തെ ലോക്കൽ സാധനത്തിന് ഞാൻ അഭിപ്രായം പറയില്ല മുല്ല മതിയടാ മുല്ല മതിയോ അതാണ് കപ്പിൾസിന് അതല്ലേ അത് മുല്ലല്ല ജാസ്മിൻ വിദ്യാഭ്യാസം ഇല്ലാത്തവരോ ഇനി ബില്ലാക്കിക്കോളെ ഇനി ഒന്നും എടുക്കല്ലോ കേട്ടോ ഇത് പെരേ കൊണ്ടാണ മാതിരി പൈസ എടുക്കണ്ടേ തൽക്കാലം ഇത് മതി നോക്കി ഇത് വേണ്ടേ അതെന്തിനാ പീച്ച് കളിക്കണ്ട അത് മതി ഇത് മതി അത് വേണ്ട ടിഷ്യൂ ഉണ്ടോ ടിഷ്യൂ ഓ ടിഷ്യൂ ആ ഒരു കവറ് ഒരു പേക്ക് ഇതിപ്പോ എത്ര ബില്ലെന്ന് പറയും 250 രൂപ ഇത് അസർപ്പാക്കൊക്കെ സെറ്റ് ആക്കി തരും ഇല്ല അസർപ്പാക്ക ഓ കേട്ടില്ല കേട്ടോ അതല്ല ബോക്സ് ഇല്ല അതേതാണ് അത് മറ്റാടാ അത് വേണ്ട എടാ ഒന്ന് മാറിക്കൊടുക്കടാ കടയത്തെ ബോക്സ് വേണം കംപ്ലൈന്റ് ജെന്യൂൻ മനുഷ്യൻ കംപ്ലൈന്റ് കംപ്ലൈന്റ് പറയുന്നത് വേറെ ആരെങ്കിലും കിട്ടും കേട്ടോ തൽക്കാലം എന്താണ് തൽക്കാലം നമുക്കില്ലേ എടാ എന്നാ ബില്ലാക്കി കാണട്ടോ ഇതൊന്നും തീരും തോന്നില്ല ടിഷ്യൂ അത് വേണ്ട അത് സാധനം എന്തോ പറ്റ ലോക്കലോ ടൗണിൽ കൂടെ പോണ കോലതാക്കി അസറൊന്ന് തിരി മോപ്പും ചൂടൊക്കെ എടുത്തിട്ട് എന്താ പറയാ സഫ്നാദ് ഒക്കെ സെറ്റായി സാധനമൊക്കെ വാങ്ങിയപ്പോ പേര് പറ്റൂല ഡിസ്പ്ലേലിട്ട് പേരാ ആ അങ്ങനെ എന്തെങ്കിലും ആക്കണ്ടേ ആ ഫോട്ടോ നട്ടാ
പർച്ചേസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് തീറ്റ മാത്രമേ ഉള്ളൂ. ഏതൊക്കെ കടയിൽ കാണുന്ന കട കയറിയാൽ തിന്നുക. ഇതൊക്കെ എത്രയും തിന്നണ നിങ്ങൾക്ക്. 1000 തീറ്റ ആ രാത്രി ഇനിയിപ്പോ ഇതുണ്ട്, ഡിന്നറുണ്ട്. എന്താ നോക്കണേ തീറ്റ ഇപ്പൊ തന്നെ കയ്യിൽ നിന്ന് പൊയ്ക്കണേ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, നമ്മൾ ഒരു കറക്റ്റ് എമൗണ്ട് വെച്ചിട്ട് ഒരു കാര്യം ചെയ്യരുത്. മനസ്സിലാക്കിക്കോളി. എന്തിനാണെങ്കിലും ഫണ്ട് കുറച്ച് കൂടുതൽ കയ്യിൽ കരുതണം, എന്നാലേ എല്ലാം നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇതേമാതിരിക്ക് ടെൻഷൻ അടിച്ചിട്ട് അഡ്വാൻസ് കൊടുക്കുക, കയ്യും കാലം വറക്കുക, ബാക്കി പൈസ അല്ല. അങ്ങനെ നിൽക്കുന്നു. പിന്നെ ദൈവദൂതന്റെ മാതിരിക്ക് ആ ചങ്ങായി പറഞ്ഞു നാളത്തേക്ക് തന്നാൽ മതി. അങ്ങോട്ട് കഴിച്ചിലായി. നാളേക്ക് പറ്റൂല. നാളേക്ക് പറ്റൂല തൊലിയ. ഞാൻ നല്ല അവിടെ ഇങ്ങനെ കുറെ നേരം വിരകിക്കൊണ്ട് കഴിച്ചിലായി. ഇനി വൃത്തിയാക്കണ പരിപാടിയുണ്ട്, അതുകൊണ്ട് കണ്ടിട്ട് നിർത്താം. ഇത് ലാഗാവും തോന്നണേ. മാക്സിമം 10 മിനിറ്റ്, അല്ലെങ്കിൽ അടൂല. നോക്കട്ടെ. പുതിയ മെമ്പർ വന്നിക്കണ്. പിന്നെ അതാണ് നമ്മളത്. വലത് കാലം വെച്ച് കയറി. അല്ല ഇത് വെള്ളം കണ്ട് ഇറങ്ങുമോ? വെള്ളം അങ്ങോട്ട് ഇറങ്ങൂല. കേറി അങ്ങോട്ട്. കാണാനില്ലല്ലോ, ഇതിൻ്റെ അവിടെ പുള്ളി. എന്നാ ചാർജ് ചെയ്യണേ, ബാക്കി കാണാം. ഇത് ക്യാരം ബോർഡൊക്കെ കളിക്കണത് കാണൂല. എങ്ങനെ കാണിച്ചു തരിക? അങ്ങനെ ഒന്നുണ്ട്. പിന്നെ ഇതാക്കണേ, ഇത് നമ്മളെ നാച്ചുറൽ പുഴയാണ്, സീന് പുഴയാണ്. അപ്പം അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വെറുതെ ഇരിക്കണൊരു മനുഷ്യൻ താഴെ ഫുൾ സെറ്റപ്പാണ്. കുറച്ചും കൂടി വൃത്തിയാകുന്നുണ്ട്. എന്താണ് പോകാത്തത്? വെള്ളം പോകാത്തല്ലേ? പിന്നെ ബാക്കി കാണാം. റൂമിൻ്റെ ഉള്ളിലാണ്. പിന്നെ എക്സ്പെർട്ടൻ പ്രാവശ്യമാണ് നമുക്കിത് വിരിച്ചിട്ട് ഫുൾ പണി റാശി. സീൻ കേട്ടോ. ഇതെന്താ വെച്ചാല് ഫോട്ടോ എടുക്കുക. ഞാസറിനെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട്, പക്ഷെ ഞാസറിനെ എടുക്കാനും അറിയില്ല. അങ്ങനെ ഒരു തൊലിയൻ സെറ്റപ്പായില്ലേ? ഓ കത്തട്ട് മൂടി സെറ്റായി. അപ്പോൾ കഴിഞ്ഞിട്ടോ. ഇതാണ് നമ്മളത്. അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞോളി. എല്ലാവരും വരി കേട്ടോ. ഇനിയിപ്പോൾ വെറുതെ ഒക്കെ ആണെങ്കിൽ വെറുതെ പൈസ കൊടുത്തിട്ട് വരി, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഹാപ്പിയാ. ആ പൈസ നന്നായി നന്നായി. ഓക്കെ. ചെറിയൊരു പ്രശ്നം പറ്റി. പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കാര്യമായിട്ട് 2 ആഴ്ചയൊക്കെ എടുത്തിട്ട് ഒരു പേരിട്ട്, റിസോർട്ടിനൊരു പേരിട്ട്, അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഓണറിൻ്റെ അടുത്തൊന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് പറ്റൂല, ഈ സെയിം ആദ്യം ഉണ്ടായിരുന്ന അതേ പേര് തന്നെ വേണം, അല്ലെങ്കിൽ ലൈസൻസിന് എന്തോ വിഷയമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആ കടിയിലായി. ഇപ്പോൾ അപ്പോൾ അതാണ് ആ ഒരാഴ്ച കഷ്ടം. പിന്നെ ഇതാ നമ്മളെ ഡിസൈനർ പോസ്റ്ററൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. ഓനെ കഴിയുമ്പോൾ ഇരുന്ന് എന്നിട്ട് ഇപ്പം പറയണേ, ഇപ്പം പറയണേ മറ്റേ പേര് മാറ്റാൻ പറ്റൂലെന്ന്. അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചത് സൈലോറാന്നായിരുന്നു പേരിടാൻ. പക്ഷേ പറ്റിയില്ല. അതന്നെ പറ്റിയില്ല. ഇപ്പോൾ ഹിൽഫോർട്ട് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പേരുള്ളത്. കറൻലി പേരുള്ളതൊക്കെ ഹിൽഫോർട്ട്. Booking.comലൊക്കെ അങ്ങനെയുള്ളത്. മാറ്റാൻ പറ്റുമോ നോക്കട്ടെ. മാറ്റാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ സൈലോറയിൽ തന്നെ വരും. ഇല്ലെങ്കിൽ ആ ബെൽഫോർട്ടിൽ നമ്മൾ കളിക്കും. എന്നിട്ട് ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്, ഫസ്റ്റ് ഗസ്റ്റിനെ വെയിറ്റ് ചെയ്യാണ്. മാഷാ അല്ലാഹ് നല്ലതീ പോട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും ബുക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞായിരിക്കും, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങൾ വെറുതെ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്ത് വെറുതെ വന്ന് ഇവിടെ ഇരിക്കുക, ഒന്ന് നമ്മളെ വിജയിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കല്ലേ. പൈസ ഉണ്ടോ വരിക, ഇവിടെ ബുക്ക് ചെയ്യുക, കുഴപ്പമില്ല, സെറ്റാണ് വരിക. പിന്നെ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് ഒപ്പിച്ച് തരണം. അത്രത്തൊക്കെ തന്നെ ഉള്ളൂ. മാക്സിമം 5 ആളാണ്. പിന്നെ മെയിന് കപ്പിൾസാണ്. പക്ഷെ പെണ്ണില്ലാത്തവർക്കും വരണമല്ലോ. അപ്പോൾ
മാക്സിമം ബാച്ചിലേഴ്സായിട്ട് ഒരു 5 ആൾക്കാർക്കൊക്കെ കയറാം. നോക്കി നോക്കിയാൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക. നിസ്മൻ്റെ നമ്പർ ഞാൻ കോൺടാക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചിലപ്പം വീഡിയോ വരും. വീഡിയോ വരികയാണെങ്കിൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും എത്തിക്കുക. എന്തെങ്കിലുമൊക്കെ കാട്ടി നിങ്ങൾ ബെല്ലൈക്കണ്. പക്ഷേ മസ്റ്റായിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് ഗസ്റ്റിനോട് എത്തിക്കണം. നിങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മളിത് തുടങ്ങിയേക്കണ്. ഒരു തുമ്മുമാലില്ലാണ്ട് തുടങ്ങി. എന്താ ചെയ്യേണ്ടിയെന്നോ എങ്ങനെ ഈ പില്ലോസ് വരെ വിരിക്കാൻ നമുക്കറിയില്ല. ഇതൊക്കെ വേറെ ആൾ റാശി വന്ന് വിരിച്ചെന്നാണ്, റാശിയും കണ്ണേട്ടനൊക്കെ വന്ന് വിരിച്ചെന്നാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പോൾ നിങ്ങളാണ് വിജയിപ്പിക്കേണ്ടി. അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ സലാം.